ഇതൊരു വൺ ഡേ ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. വെക്കേഷൻ കഴിയാറായപ്പോൾ എടുത്തതാണ്, പക്ഷേ വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്തതെന്ന് മാത്രം. ഞങ്ങളുടെ ഫാമിലിയും സാൻവിയുടെ ഫാമിലിയും കൂടി ഒരു വൺ ഡേ ട്രിപ്പിന് പോവുകയാണ്. മാംഗോ മെഡോസിലേക്കാണ്. ഇതാ ഞങ്ങൾ കാറെടുത്ത് റെഡി ആയപ്പോഴേക്കും അവരും വന്നു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ കാറിലാണ് പോയത്. എല്ലാവരും പേരായിരുന്നു. നല്ല സംസാരമായിരുന്നു. തൃപ്പൂണിത്തുറ മുതൽ കോട്ടയം വരെ. സ്കൂൾ തുറക്കാറായതിനാൽ കുട്ടികളെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നിങ്ങനെ ആലോചിച്ച് കുറേ നോക്കിയിട്ടാണ് ലാസ്റ്റ് മാംഗോ മെഡോസ് സെലക്ട് ചെയ്തത്. ഏകദേശം 8:30 ആയപ്പോഴേക്കും ഞങ്ങൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് ഇറങ്ങി. എന്നാലാണല്ലോ 10 മണിക്ക് അവിടെ ഓപ്പണിംഗ് ടൈമാണ്. അപ്പോഴേക്കും അവിടെ ഓടിച്ചെല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ നല്ലൊരു ഡ്രൈവിന് ശേഷം ഓൾമോസ്റ്റ് അവിടെ എത്തി. ഇതാണ് മാംഗോ മെഡോസിൻ്റെ കാർ പാർക്കിംഗ്. ഇതൊരു തെങ്ങിൻ തോട്ടമാണ്. അവർ കാർ പാർക്കിംഗ് ആക്കി എടുത്തതാണ്. ഞങ്ങൾ ചെന്നപ്പോഴേക്കും 9:45 കഴിഞ്ഞിരുന്നു. അധികാരം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചാണ് ചെന്നത്. പക്ഷെ നല്ല തിരക്കായിരുന്നു. ഈ അകത്ത് പാർക്ക് ചെയ്യുന്നതെല്ലാം ഇവിടെ സ്റ്റേ ചെയ്യാവുന്ന ആളുകളാണ്. അത് തന്നെ നല്ലൊരു അധികം ഉണ്ട്. കാറുകൾ കണ്ടാൽ അറിയാം. വാനിലും കാറിലുമായി നല്ല ആളുകൾ അവിടെ സ്റ്റേ ചെയ്യാൻ വന്നിട്ടുണ്ട്. അങ്ങനെ നോക്ക്, ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ്. ടിക്കറ്റ് എടുക്കാൻ 1-2 ആൾക്കാർ അകത്ത് പോയിട്ടുണ്ടാവും. അവരുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ കൂടെ വന്ന ആൾക്കാരെല്ലാം വെളിയിൽ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങളും ടിക്കറ്റ് കൗണ്ടറിലെത്തി. ഒരാൾക്ക് 400 രൂപയാണ് ടിക്കറ്റ്. അതിൽ കുറച്ച് ഐറ്റംസ് ഇൻക്ലൂഡഡ് ആണ്. അവരുടെ അകത്തുള്ള കുറേ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആണ്. അതല്ലാതെ എക്സ്ട്രാ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. ഞങ്ങൾ 1-2 എക്സ്ട്രാ ഐറ്റംസ് എടുത്തു. അതിനുള്ള പേയ്മെൻറ്റ് ആദ്യമേ തന്നെ നമ്മൾ കൊടുക്കണം. ഏതെല്ലാം വേണമെന്ന് സെലക്ട് ചെയ്ത് ഈ ലേഡി നമുക്ക് ലഞ്ചിനുള്ള ടൈം സ്ലോട്ട് റെഡിയാക്കി തരും. ഞങ്ങൾക്ക് കിട്ടിയ സമയം 12:30 ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മൾ 12:30 ആ റെസ്റ്റോറൻറ്റ് അടുത്ത് എത്തണമെന്നാണ് പറഞ്ഞത്. തിരക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു നല്ലൊരു ഐഡിയ ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. കാരണം എല്ലാവരും 1:30-2 മണിക്ക് എന്നാൽ ഭയങ്കര തിരക്കുമാവും. ഫുഡും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 12 മണി മുതൽ അവർ ലഞ്ച് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് മുൻകൂട്ടി തന്ന സമയത്ത് ഇത്ര ആളുകളാണ് അവിടെ എത്തുന്നുണ്ടാവുള്ളൂ എന്ന് അവരൊരു ചെറിയൊരു ഐഡിയ ഉണ്ടാവും. അതൊരു നല്ല ഐഡിയ ആണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് പോകാൻ തുടങ്ങി. ഇതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ അവരുടെ ഒരു ക്യാബിലും കയറി പോകാം. അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ നടന്ന് കാണാനാണ് പ്രിഫർ ചെയ്തത്. ഒരു 10-15 ആളുകളാകുമ്പോൾ അവർ ഒരു ഗൈഡിനെ നമ്മുടെ കൂടെ അയക്കും. അവർ നമ്മളെ ഇതുപോലെ ഓരോ സ്ഥലത്തും കൊണ്ടുപോയി ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പക്ഷേ ഞങ്ങളെല്ലാം കണ്ടുവന്നപ്പോഴേക്കും ഞങ്ങളുടെ കൂടെ വന്ന മുന്നിലായിപ്പോയി. ഞങ്ങൾ സ്ലോ ആയിട്ടാണ് നടന്നത് കുട്ടികളെല്ലാം കൊണ്ട്. അങ്ങനെ ഞങ്ങൾ തന്നെയാണ് എല്ലാം കണ്ടത്. ഒരു പണ്ടത്തെ പോലെ കുറേ ചായക്കടകളും പെട്ടിക്കടകളും ഉന്തുവണ്ടിയിലുള്ള മിഠായികളെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്നുള്ള കുറേ ഐറ്റംസ് അവരവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഓരോ ഏരിയയിലും ഏതെല്ലാം മരങ്ങളാണ് നിൽക്കുന്നതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഏരിയയിലെ മരങ്ങൾ എന്ന് പറഞ്ഞ് നല്ല ഇംഗ്ലീഷിലും മലയാളത്തിലും അതിൻ്റെ ശാസ്ത്രീയനാമം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് മീനൂട്ട് പാലത്തിലെത്തി. അതായത് ഫിഷ് ഫീഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു കുളത്തിൽ അവർ കുറേ ഫിഷുകളെ വളർത്തുന്നുണ്ട്. നല്ല ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പാലം കയറി അകത്തേക്ക് പോയി ഒരു ചെറിയ ഒരു 2 നില ഒരു തട്ട് പോലെ ചെയ്തിട്ട് അവിടെയാണ് നമ്മൾക്ക് ഫിഷ് ഫീഡ് ചെയ്യുന്ന ഏരിയ. അവിടെ ഒരു ലേഡി നിൽപ്പുണ്ട്. നമുക്ക് ഫിഷിൻ്റെ തീറ്റ നമ്മുടെ തരും. നമുക്കത് കൊടുക്കാം. മീനൂട്ട് ചെയ്യുന്നത് നല്ലതാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചെല്ലാം ഒരു ലേഡി പറയുകയും ചെയ്തു. നമ്മുടെ ഗൈഡ് പറഞ്ഞും തന്നു. അതുകൂടാതെ അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് മീനുകൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. വരുന്നവരും പോകുന്നവരും എല്ലാം അതിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. സാൻവിയും ശിവഗംഗയും നല്ല ഇഷ്ടത്തോടെ മീനുകൾക്ക് ഭക്ഷണം കൊടുത്തു. ഞാനും കുറച്ച് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെയെല്ലാം കുറച്ച് നേരം ഫോട്ടോസ് എല്ലാം എടുത്തു. നമ്മൾ മീൻ തീറ്റ താഴേക്ക് ഇടുമ്പോഴേക്കും മീനുകളെല്ലാം കൂട്ടമായി വരുന്നുണ്ട്. ഏതൊക്കെ ടൈപ്പ് മീനുകളാണെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ അവരോട് ഗൈഡിനോട് ചോദിച്ചാൽ അവരതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് മീനുകൾക്ക് ഭക്ഷണം എല്ലാം കൊടുത്ത് ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ്. മുകളിൽ കയറി ചുറ്റുമുള്ള ഏരിയ എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ചെറിയ മഴ പെയ്യുമെന്ന് വിചാരിച്ച് കുടയെല്ലാം എടുത്തെങ്കിലും നല്ല വെയിലായിരുന്നു. അതിനാൽ മുകളിൽ നിൽക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് താഴേക്ക് പോന്നു. പിന്നെ അടുത്ത സ്ഥലത്തേക്കുള്ള നടപ്പാണ്. എല്ലാവരും ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പച്ചക്കറികൾ ഏതെല്ലാമാണ് എന്ന് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു ഏരിയ ഒരുക്കിയിരിക്കുന്നതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതെനിക്കൊരു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത് കണ്ടോ, ഓരോ ഭാഗത്തും ഈ ചെടികൾ ഏതെല്ലാമാണെന്ന് ഒരു ബോർഡുണ്ട്. ഈ ഭാഗത്തെ മരങ്ങളും ചെടികളും എന്ന് പറഞ്ഞ് എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഓരോ മരത്തിലും അതിൻ്റെ പേരുണ്ട്. അതുകൊണ്ട് നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ ഒരുപാട് ചെടികളും മരങ്ങളും എല്ലാം അവിടെ കാണാൻ സാധിക്കും. കുറേ കുട്ടികൾ സൈക്കിൾ ചവിട്ടി പോകുന്നുണ്ട്. അവരെല്ലാം ഇവിടെ സ്റ്റേ ചെയ്യുന്നവരാണെന്നാണ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ആദത്തിൻ്റെയും ഹവ്വയുടെയും ചെറിയൊരു സ്റ്റാച്യു ഉണ്ട്. അതെല്ലാം കണ്ട് വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ഒരു പഞ്ചാരപ്പഴം കണ്ടു. കുട്ടികൾക്ക് ആ പേര് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പഞ്ചാരപ്പഴം. അതിൻ്റെ പഴത്തിന് നല്ല മധുരമായിരിക്കും നമുക്ക് ഊഹിക്കുന്നു.
ഒരു നല്ല വാസ്റ്റ് ഏരിയ ആയതിനാൽ ആദ്യം കണ്ട തിരക്ക് പിന്നെ ഇവിടെ ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്തില്ല. എല്ലാവരും സ്പ്രെഡായി ഓരോ സെക്ഷനായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഒരു കുട്ടവഞ്ചിയുടെ ഏരിയ കണ്ടത്. ഞങ്ങൾ അവിടെ കയറാൻ വേണ്ടി ചെന്നു, പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഗൈഡ് പറഞ്ഞു, ഈ വാക്കിംഗ് എല്ലാം കഴിഞ്ഞ് അവസാനമേ കുട്ടവഞ്ചി എല്ലാം ആക്റ്റീവ് ആവുള്ളൂ, അതായത് ആഫ്റ്റർനൂൺ സെക്ഷനിൽ മാത്രം. പിന്നെ ഞങ്ങൾ നടന്ന് വാലന്റൈൻസ് കോർണർ എത്തി. അവിടെ കപ്പിൾസിന് ഫോട്ടോ എടുക്കാൻ കുറേ ഏരിയാസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മരം കൊണ്ട് തന്നെ കുറച്ചധികം സ്റ്റാച്യൂസ് അവർ ഒരുക്കിയിട്ടുണ്ട്. വാലന്റൈൻസ് കോർണർ, വാലന്റൈൻസ് ഗാർഡൻ എഴുതി കുറേ ലവ് സിമ്പിളിലിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വേരുകളുടെ പോലെയാണ്, അത് നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് യഥാർത്ഥത്തിലുള്ള മരമല്ല, അവരങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറേ പേര് അവിടെയൊക്കെ ഇരിക്കാനായിട്ടുള്ള ഒരു ഏരിയ എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ട് വീണ്ടും ഞങ്ങൾ നടന്നു. അവിടെ കുറേ കോട്ടേജുകളുണ്ട്. ആ കോട്ടേജിലെല്ലാം ഓരോ പേര്, ഒരു വെറൈറ്റി പേരുകളാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഗുഹ പോലത്തെ കോട്ടേജ് ഉണ്ട്, പിന്നെ ഏറുമാടം പോലത്തെ കോട്ടേജ് ഉണ്ട്. അതൊക്കെ വരുന്ന വഴിക്ക് കാണാം. ഇപ്പോൾ നമ്മൾ MS സ്വാമിനാഥൻ റോഡിലാണ് ഇരിക്കുന്നത്. നമുക്കറിയാം MS സ്വാമിനാഥൻ ആരാണെന്ന്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് അദ്ദേഹം. കുട്ടനാട്ടിലെ മങ്കൊമ്പിലാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. ഇവിടെ എത്തുന്ന കുട്ടികൾ അദ്ദേഹത്തെയും ഒരു നിമിഷം ഓർമ്മിക്കാൻ വേണ്ടിയായിരിക്കും ഈ റോഡിന് MS സ്വാമിനാഥൻ റോഡെന്ന് പേരിട്ടിരിക്കുന്നത്. ഇവിടെ പക്ഷി നിരീക്ഷണ കേന്ദ്രമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഉള്ളതിനാൽ ഞങ്ങളത് ചെയ്തില്ല. ഇതാണ് സിൽവി കൾച്ചർ എന്നുള്ള ഒരു ബോർഡ് കണ്ടു. അതായത് സിൽവി എന്ന വാക്കിൻ്റെ അർത്ഥം ഫോറസ്റ്റ് ഓർ കാട് എന്നാണ്. സസ്യങ്ങളുടെ വളർച്ച, ആരോഗ്യം, മൂല്യം, പുനരുത്ഭവം എന്നീ കാര്യങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന മാർഗ്ഗങ്ങളെയാണ് പൊതുവെ സിൽവി കൾച്ചർ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നോക്കിയാൽ ഈ മാംഗോ മെഡോസ് ഒരു സിൽവി കൾച്ചർ പാർക്കാണ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ സിൽവി കൾച്ചർ എല്ലാം കണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഒരു ഏറുമാടം കോട്ടേജ് കണ്ടത്. ഇത് സിംഗിൾ ബെഡ്റൂമാണ്, കപ്പിൾസിനുള്ളൊരു കോട്ടേജാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആകെ അത്രയേ ഉള്ളൂ സ്പേസ്. നല്ല മരത്തിൻ്റെ മുകളിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മരം ഒറിജിനലല്ല, അവർ കോൺക്രീറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്, പക്ഷെ അതൊരു നല്ല ഭംഗിയുണ്ട്. അങ്ങനെ കുറേ സ്റ്റാച്യൂസും ഏറുമാടം എല്ലാം കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ പുല്ലാങ്കുഴൽ വായിക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ ഓരോ സോങ്ങുകളും അദ്ദേഹം വായിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് അത് കേട്ടു. അദ്ദേഹത്തിന് അത് ഒരു അപ്രിസിയേഷനും കൊടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അവിടെ നമ്മുടെ ബുദ്ധൻ്റെയും ബോധിവൃക്ഷത്തിനെയും പറ്റിയെല്ലാം കുറച്ച് കുറിപ്പുകളുണ്ട് ബോർഡിൽ, ഇംഗ്ലീഷിലും മലയാളത്തിലുണ്ട്. പൊതുവെ കുട്ടികൾക്ക് മലയാളം വായിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് അവർക്ക് ഇംഗ്ലീഷിലെങ്കിലും വായിച്ച് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. ഈ ചേട്ടൻ നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ പുല്ലാങ്കുഴൽ വായിക്കുന്നുണ്ട്. ഞങ്ങളെ കൂടാതെ വീണ്ടും കുറേ കാഴ്ചക്കാർ അത് കേട്ടിരിക്കുന്നുണ്ട്. നല്ല രസത്തിലാണ് അദ്ദേഹം ചെയ്തത്. അവിടെ നിന്ന് ആ ചേട്ടൻ്റെ കൂടെ ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ നടന്നപ്പോഴാണ് ഒരു ചുമട് താങ്ങി കണ്ടത്. ഈ സംഭവം കണ്ടപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അതേ ചുമട് താങ്ങി നിൽക്കുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ പേരറിയില്ലായിരുന്നു. ഇത് കണ്ടോ, ഇതുമാണ് ചുമട് താങ്ങി. പണ്ട് കാലത്തെല്ലാം ആളുകൾ ചുമട് താങ്ങിക്കൊണ്ട് വരുമ്പോൾ തലയിലല്ലേ വയ്ക്കുന്നത്, അത് താഴേക്ക് ഇറക്കി വെച്ചാൽ പിന്നെ എടുക്കാനൊക്കെ ഭയങ്കര പാടല്ലേ. അതുകൊണ്ട് ആ ചുമട് താങ്ങിയുടെ മുകളിലേക്ക് എടുത്ത് വയ്ക്കും. പിന്നെ അത് ഒരു 5 മിനിറ്റ് വിശ്രമിച്ച ശേഷം വീണ്ടും അവിടെ നിന്ന് തലയിലോട്ട് എടുത്തു പോവും. അതാണ് ചുമട് താങ്ങി. അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. കയർ നിർമ്മാണം. നമ്മുടെ ആലപ്പുഴയുടെ തനതായ ഒരു വ്യവസായ സംരംഭമായിരുന്നു ഇത്. ഇപ്പോൾ അത് അധികം കാണാനില്ല ആലപ്പുഴയിൽ. ഇത് നമുക്കും കുട്ടികൾക്കും എല്ലാം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു 2 ചേച്ചിമാരെന്ന് കയർ പിരിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ചേച്ചി കയ്യിലുള്ള ഒരു നാര്, അതായത് ചകിരിയുടെ നാരിൽ നിന്ന് 2 സെക്ഷനായിട്ട് ഇങ്ങനെ തിരി പോലെ എടുക്കുകയാണ്. റൈറ്റ് ലെഫ്റ്റ് ഓരോന്ന് എടുത്തിടുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു മിഷനിലേക്ക് അത് പിടിപ്പിക്കും. അതിന് ചെറിയൊരു പിടിപ്പിക്കുന്ന ഒരു കുളത്ത് പോലെ ഉണ്ട്. ആ 2 സൈഡിൽ അത് പിടിപ്പിച്ചിട്ട് ബാക്കിലൊരു ചേച്ചി സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ മിഷൻ കറങ്ങും. ആ കറങ്ങുമ്പോൾ ഇതിങ്ങനെ കയറ് പോലെ നല്ല പിരിഞ്ഞ് വരും. നമ്മളെ കാണിക്കാൻ വേണ്ടി അവർ വളരെ സ്ലോ ആയിട്ടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ തരുന്നുണ്ട്. അത് അവിടെ പിടിപ്പിച്ചു. നമ്മുടെ നാരിൽ നിന്ന് ഇങ്ങനെ കയറ് പൊങ്ങി വരികയാണ്.
ചെയ്യുകയാണ്. ആ ചേച്ചി വളരെ ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ മാംഗോ മെഡോസിൽ ഇതിങ്ങനെ ചെയ്യുന്നത് പോലും കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് വലിയ ആൾക്കാർക്ക് ഇത് കാണാം. അത് മാത്രമല്ല ഈ വ്യവസായം അറിയാവുന്ന 2 ലേഡീസിന് ഇവിടെ ഒരു ജോലി കിട്ടുകയാണ്. അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം ഇപ്പം അങ്ങനെ കയറി പിരിക്കണില്ല. അപ്പോൾ ഇവരുടെയൊക്കെ അറിയാവുന്ന ഈ ഒരു കാര്യം അവർ മറന്നു പോവും. അതുമാത്രമല്ല അവർക്കൊരു വേറെ ജോലിയിട്ട് അറിയില്ലെങ്കിൽ ഇത് ഇവർക്ക് 2 പേർക്ക് ജോലി കൊടുത്തത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അവർ അത്രയും ചെയ്തു. അതിനുശേഷം അവരത് പിരിക്കും. പക്ഷെ അപ്പോഴേക്കും അവിടെ എന്തോ ഒരു ആ മിഷൻ എന്തോ ഒരു ചെറിയൊരു തടസ്സം ഉണ്ടായതുകൊണ്ട് അവരത് നിർത്തി. ബാക്കിൽ നിന്ന് ആ ചേച്ചി വന്ന് അതിൻ്റെ ആ ഒരു മിഷിൻ്റെ ചരട് അതിൻ്റെ ചാടിൽ നിന്ന് വിട്ടുപോയി. അത് നോർമലാക്കി എന്നിട്ട് വീണ്ടും കയറി പിരിക്കാൻ ആരംഭിച്ചു. ശരിക്കും ഞങ്ങൾ ടീമിലല്ലാതെ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇതെല്ലാം നല്ല സമയമെടുത്ത് വിശദമായിട്ട് കാണാൻ പറ്റി. ഞങ്ങൾ കുറച്ച് നേരം കണ്ടപ്പോഴേക്കും ബാക്കിൽ ഒരുപാട് ആളുകൾ വന്നുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി. ഇത് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് ചെയ്തതാണ്. അതായത് ഈ പോട്ട് മേക്കിംഗ് നമ്മുടെ എൻട്രി ടിക്കറ്റിലില്ല, ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് അത് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. ഇതിന് 200 രൂപയാണ് ഒരാൾക്ക് ചാർജ്. ഞാനും ശിവഗംഗയും സാൻവിയും എടുത്തിട്ടുണ്ട് ഈ പോട്ട് മേക്കിംഗ്. എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഞാൻ കുട്ടികളെയും കൂടെ അത് ചെയ്യിപ്പിക്കാൻ അവർ ടിക്കറ്റ് എടുത്തു. അവർക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ നമുക്ക് അറിയാതെ ഈ ഒരു ഇതിലേക്ക് പിടിച്ചാൽ അതങ്ങ് ശരിക്കും ഞെങ്ങിപ്പോവും. അത് ചെയ്തവർക്കറിയാം നമ്മൾ സ്മൂത്തായിട്ട് പിടിക്കണം. ഈ ചേട്ടന് ശരിക്കും അറിയാവുന്നതുകൊണ്ട് നമ്മളൊന്ന് തൊട്ട് കൊടുക്കാനേ അവർ സമ്മതിക്കുന്നുള്ളൂ. ആ ചേട്ടനാണ് യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നത്. നമ്മളൊന്ന് അമർത്തിപ്പോയി അതിൻ്റെ ഷേപ്പ് മാറും. അത്രയും സ്മൂത്തായിട്ടുള്ള ഒരു ക്ലേ ആണ് അതിന് ഉപയോഗിക്കുന്നത്. കളിമണ്ണ്, പശയുള്ള കളിമണ്ണാണ് ഉപയോഗിക്കുന്നത്. അവിടെ അതായത് ചൂളയൊന്നുമില്ല, വെയിലത്ത് തന്നെയാണ് ഉണക്കുന്നത്. അതിനാൽ അധികം വലിയ ഒരു പോട്ട് പോലെയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ കുടങ്ങളും അല്ലെങ്കിൽ ഫ്ലവർ വേസൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ശിവഗംഗയും സാൻവിയും ഞാനും ഓരോരോ പോട്ടുകൾ ഉണ്ടാക്കി അത് ഉണങ്ങാൻ വെച്ചിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് വന്നു. ഇവിടെ ഒരു ഫാമാണ്. കുറേ പശുക്കളും ആടുകളും കോഴികളും പട്ടികളും എല്ലാം ഉണ്ട്. പശുക്കളെ കറവയുണ്ടെന്നാണ് അവർ പറയുന്നത്. പശുവിൻ്റെ തൊഴുത്ത്, പണ്ടത്തെ തൊഴുത്ത് എങ്ങനെയുണ്ടോ അതുപോലെ തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ദിവസം കുട്ടികൾ പശു കിടാവ് അമ്മയുടെ പാല് കുടിക്കണമെന്നും കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും മിക്ക കുട്ടികളും. ശിവഗംഗയൊന്നും കണ്ടിട്ടില്ല. അതിനാൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമുണ്ട്. കുറേ കിടാങ്ങളുണ്ടായിരുന്നു അവിടെ. അവർ പുല്ലുതിനും വയ്ക്കലുതിനും ഒക്കെ ചെയ്യുകയാണ്. കുറേ അമ്മ പശുക്കളും ഉണ്ട്. പിന്നെ ആട്ടിൻകുട്ടികളും കുറേ ഉണ്ടായിരുന്നു. ഇത് ഒരാൾ ഇവിടെ ഇരുന്ന് പശുവിനെ കറക്കണ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു പഴയകാല ഒരു ചിത്രമാണിത്. നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഒരുപാട് പശുക്കളും കിടാങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ എല്ലാം പാക്കറ്റ് പാലാണല്ലോ വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും കണ്ടിട്ടില്ല കുട്ടികൾ. അങ്ങനെ കോഴികളെയും പശുക്കളെയും ആടുകളെയൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും അടുത്ത സെക്ഷനിലോട്ട്. കുറേ താറാവും ഉണ്ടായിരുന്നു. പിന്നെ പലതരത്തിലുള്ള കോഴികളുണ്ടായിരുന്നു. ഗിനിക്കോഴി, അങ്ങനെ കുറേ പല രീതിയിലുള്ള കോഴികളെയും അവരവിടെ വളർത്തുന്നുണ്ട്. പട്ടികളൊന്നും കുരയ്ക്കാതെ വെറുതെ കിടന്നുറങ്ങുമായിരുന്നു. ഈ പകൽ സമയത്ത് അവർക്ക് ഈ കൂട്ടിക്കിടന്ന് ബോറടിക്കുണ്ടാവുമായിരിക്കും പട്ടികൾക്കും കോഴികൾക്കും ഒക്കെ. കാരണം പ്രത്യേകിച്ച് പുറത്തേക്ക് ഇറക്കി വിടുന്നില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ആക്ടിവിറ്റികളൊന്നും അവർ ചെയ്യാതെ ക്ഷീണിച്ച് കിടക്കുമായിരിക്കും. ഇത് ടർക്കി കോഴിയാണ്. അതിനെ ഒരു കൂട്ടിലിട്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് നമ്മുടെ സാധാ നാടൻ കോഴിയുണ്ട്. അവർ തീറ്റയെല്ലാം തിന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് വലിയൊരു സ്റ്റാച്ചു കണ്ടത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ബൈബിൾ ശില്പമാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. വലിയൊരു ബൈബിളിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ അവിടെ എഴുത്തുമുണ്ട്. മലയാളത്തിൽ വലിയ രീതിയിൽ എഴുതിയിരിക്കുകയാണ്. അതിൽ ഗിന്നസ് ബുക്കിൽ കയറിയിരിക്കുന്ന സ്റ്റാച്ചു എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ട് അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ശിവഗംഗയും സാൻവിയും സൈക്കിൾ ചവിട്ടാൻ തുടങ്ങി. അപ്പോഴാണ് വെറൈറ്റി ആയിട്ട് ഈ വേൾഡ് ഫസ്റ്റ് തീം ATM കണ്ടത്. കുട്ടൂസിൻ്റെയും ഡാക്കിനിയുടെയും ലുട്ടാപ്പിയുടെയും തീമിലുള്ള ഒരു ATM ആണിത്. നമ്മുടെ ഡാക്കിനിയും ലുട്ടാപ്പിയും കുട്ടൂസിനെല്ലാം ഈ ATMന് പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ മിനിമം കുറച്ച് പൈസയെ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിനകത്തുള്ള ഒരു ATM ആയതുകൊണ്ട് അത്യാവശ്യം മാത്രം ക്യാഷ് അതിൽ നിന്ന് എടുക്കാം. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയ പണ്ടത്തെ നാടൻ ചായക്കടയുണ്ട്. നല്ല പുക വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ അവിടെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഏകദേശം ഒരു 12:15 ആയി. അപ്പോൾ നമ്മുടെ ലഞ്ചിനുള്ള ടൈം ആയിട്ടുണ്ട്. നമുക്ക് 12:30 അവിടെ എത്തേണ്ട സമയം. അപ്പോൾ നമ്മുടെ മാംഗോ മെഡോസിലെ ഉച്ച വരെയുള്ള കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് ഞങ്ങളുടെ ആക്ടിവിറ്റികൾ, ഞങ്ങൾ എന്തൊക്കെ കണ്ടത്, എന്തൊക്കെ ചെയ്തതെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. ഇത് ഞങ്ങളുടെ ലഞ്ച് ടൈമാണ്. ബായ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്